ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പറയുമ്പോൾ ചില സമയത്ത് കേൾക്കാറില്ല. ഗെയിമിൻ്റെ സൗണ്ടായിരിക്കും ഗൈസ് അധികം. അപ്പോൾ സൗണ്ട് കിടക്കുന്ന ഫുൾ ഇത്രയും കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു ഗൈസ്. ഞാൻ പറയുന്നപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പറഞ്ഞില്ല കളിക്കാൻ പോകും. ഓക്കെ ഗൈസ്, ഞാൻ നേരെ വന്ന് സ്പോൺ അടിക്കുന്നത് എൻ്റെ ജംഗിളിലാണ് തോന്നുന്നു. എൻ്റെ ലൂട്ട്സ് മറ ലൂട്ട്സ് പച്ച ഈ ഓപ്ഷൻ ഞാൻ നേരെ ഓടിക്കാം. എന്നാ ഓക്കെ ഉള്ള തോന്നില്ല. ഓ ഇതെന്താ പൂച്ച എന്താണ് പൂച്ചയെ പൂച്ചയോടെ പൂച്ച എവിടെയും നിക്കട പൂച്ച പിന്നെ കൊന്നോക്കട്ടെ. എന്തെങ്കിലും കിട്ടില്ല. പൂച്ചക്കൂടെ നട ഇതിനകത്ത് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു പൂച്ചനെ കൊല്ലാൻ്റെ നേരം ഉള്ളു കളയല്ലോ ഞാൻ. ചാവട പൂച്ച നിന്നെ കൊന്നിട്ടാണ് വെള്ളം നോക്കിയോ. ചാവടാ അഞ്ചത്ത് എന്താണെന്ന് ഒന്നും വന്നില്ല. കേസ് നമ്മൾ നേരം സ്പോണിരിക്കുന്നത് ഏതാണ്ട് കടൽ തീരത്തൊക്കെയാണ്. അതേ സമയത്ത് കടൽ തീരത്തൊക്കെയാണ് നമ്മൾ സ്പോണിരിക്കുന്നത്. നമ്മളെ ഫസ്റ്റ് ജംഗിൾ ട്രീ ചോപ്പ് ചെയ്തിട്ടാം മരങ്ങളൊക്കെ കണ്ടെടുക്കാൻ കഴിയും. നമ്മുടെ ഫസ്റ്റ് മാപ്പിൽ ശരിക്കും മരങ്ങൾ വേണ്ടി വരും. എന്നാൽ ഈ മരത്തിൽ നിന്ന് പറ്റുന്ന അത്രയും ഗ്രീസ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നൈറ്റാകുമ്പോൾ നമുക്ക് നേരെ അണ്ടർഗ്രൗണ്ട് ഗ്യാസ് പിന്നെ നമുക്ക് ഫുഡും കൂടെ നോക്കണം ഗീസ്. എത്ര വരെ നമുക്ക് ഇവിടുന്ന് പറ്റത്തുള്ളൂ. രണ്ട് നായ നായക്കാട് ഓ വേറെ തേങ്ങ കൊണ്ട് നമുക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റും കേസ്. പോട്ടെ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ടത് കരുതുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടുമ്പോഴൊക്കെ കുറേ ശബ്ദം കേൾക്കാറുണ്ട്. എൻ്റെ ആദ്യത്തെ ചാടാൻ തന്നെ. അപ്പോൾ കേസ് നമുക്ക് കുറച്ച് സീഡുകൾ വേണം. അതൊക്കെ ഞാൻ കുറച്ച് അപ്പോൾ ജംഗിൾ അങ്ങനെ നടക്കാൻ സീഡുകൾ നമുക്ക് പൊടിച്ചിട്ടാണ്.
വഴിയിലുള്ളിലും കിടക്കുന്നുണ്ടല്ലേ. നമുക്ക് 9 വഴി 10 വഴി നല്ല പൊട്ടിനടിച്ചോ? ഇല്ല എന്നാൽ 20 ആക്കിയാലോ ഗെയ്സ്. 20 ഇനി ഒരു കാര്യം ചെയ്യാനുള്ള ബേസിക് ടൂൾസുകൾ ഞാൻ ഉണ്ടാകാം. ആദ്യം നമുക്കിത് ഫുള്ളി നമുക്ക് തയ്യാറാക്കണം. തീർത്തു എന്നുള്ള ഫസ്റ്റ് ക്രാഫ്റ്റിൻ്റെ ബോർഡ് എടുത്ത് വെച്ചു. ഇനി നമുക്കുള്ള ബേസിക് ടൂൾ ഐറ്റംസുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഇവിടെ നേരെ സ്ഥലമായി. കുറച്ച് സ്റ്റിക്കുകൾ ഉണ്ടാക്കി. എൻ്റെ ആദ്യത്തെ ആക്സ് ഉണ്ടാക്കി. എൻ്റെ ആദ്യത്തെ ഒരു ബേക്ക് ഉണ്ടാക്കി. സോഡ് വേണ്ട. ഓ ഇതിനെന്താ ഉണ്ട്? ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കൂടെ ഉണ്ടാക്കണം. ഇതൊരു ഗുണമുള്ള സാധനം തന്നെയാണ്. നമുക്കെന്നല്ലേ ചാവും പച്ചത്തെ ഇപ്പോൾ ഇതൊക്കെ വെട്ടിക്കണം. ഓക്കെ, നമ്മളിവിടെ കുറച്ച് മരങ്ങളൊക്കെ നമുക്കാണ് വെട്ടിയെടുക്കാം. ഇങ്ങനെ മരം വെട്ടിയെടുക്കുന്നതിനിടെ പെട്ടെന്ന് വെച്ച് രാത്രിയാണെങ്കിൽ നല്ല സുഖമായിരുന്നു. എന്തൊക്കെയൊക്കെ അന്വേഷണമായിട്ട് ഞാൻ സമ്പളമൊക്കെ കേൾക്കുന്നു. എനിക്ക് ആ ഒരു മരങ്ങളാണ്. ഈ ഒരു കാര്യം നോക്കാം. എനിക്ക് ഫ്രണ്ടിൽ കൊല്ലം കുറച്ച് 2 അടി മതി ചത്ത്. കുറച്ചില്ല ഈ മരം ഇനി ആ ഒരു മരം അപ്പുറത്ത് നിന്ന് നമുക്ക് ആ മരം വേണമെങ്കിൽ കേസ് അത് വയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ പോയിച്ചോളാം. നമുക്ക് തിരിച്ചു പോകാൻ പോകും. നമുക്ക് വേണ്ട തരത്തിലുള്ള ബേസിക് ടൂൾ ഐറ്റംസുകളൊക്കെ നമുക്ക് ഈ ഏരിയ വീടുണ്ട്. ഇനി ഓക്കെ അവിടെ പച്ച കോക്കനട്ട് ഇതും വേണം. എനിക്കിതും വേണം. എൻ്റെ ദൈവമേ, അതിലെവിടെയോ ഇതുണ്ട്. ഇവിടെ നിന്ന് ലാവ് ഒലിച്ചു വരുന്നുണ്ട്. അതിനകത്ത് ഇവിടെ എവിടെയോ ഒരു ഇതുണ്ട്. അത് ഹെയർ വീഗോ ബ്ലോക്കോടാ. ഇവിടെ നോക്കുന്ന ഒരു കാര്യം ചെയ്ത് ഇവിടെ നിന്നാണ് ഉള്ള കുറച്ച് സ്റ്റോൺസുകൾ നമുക്കൊന്ന് മൈൻഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ലാവയും കണ്ടേ. ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് കുറച്ച് സ്റ്റോണുകൾ എടുക്കുക. എങ്ങനെ ഇവിടെ ഇടയിൽ വല്ല ഡയമണ്ട് ഉണ്ടല്ലോ. ആ കേസ് പിന്നെ ഈ വേറെ കാര്യം പറഞ്ഞത് ഞാൻ യൂട്യൂബിനകത്താണ്. അവിടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിരുന്നല്ലോ. നമുക്ക് നമ്മളെ കോപ്പർ വെച്ചിട്ട് ആർമർ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓ ഗൈസ്, ഇവിടെ കേവ് ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഗൈസ്, അവിടെ കേവ് ഉണ്ടായിരുന്നു. ഞാൻ ആ കാര്യം ശ്രദ്ധിക്കുന്നു. കേസ് ഞാനൊരു കാര്യം ചെയ്യും. ഇവിടെ നിന്ന് ആദ്യം കുറച്ച് സ്റ്റോൺസുകൾ മൈൻ ചെയ്തെടുത്തോണ്ട് എനിക്ക് എൻ്റെ ഒരു ബേസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പോകും. ഓ കോപ്പർ കിട്ടി ഗൈസ്. നമ്മുടെ ഫസ്റ്റ് കോപ്പർ ഇവിടെ ഉണ്ട് ഗൈസ്. അതെ, ഇത് നമ്മളെ കോപ്പർ. ഓക്കെ സാർ, നമ്മുടെ കുറച്ച് കോപ്പർ അമ്മമാർ ഇവിടെ ഉണ്ട്. എൻ്റെ ഇൻവെൻ്ററി ഞാനൊന്നും കുറച്ച് കയറ്റി വയ്ക്കാം ഗൈസ്. അല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ നോക്കാം ഗൈസ്. ഒരു കാര്യം ചെയ്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിലൂടെ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ സ്റ്റോൺ ഓക്കെ നമുക്ക് അവിടെ വേണ്ട തരത്തിൽ നമ്മൾ വലിയ ബേസിക് ടൂൾസുകൾ ഉണ്ടാക്കി എൻ്റെ ഏറ്റവും മുഴുവൻ സ്റ്റോണുകളും തോന്നും. ഇനി നമുക്ക് ഈ കോപ്പർ മാമലൊക്കെ രണ്ട് വീടുണ്ടാക്കണം. വീട് പൊടിതൊക്കെ നമുക്ക് സ്മെൽറ്റ് ചെയ്യണം. ആൻഡ് നമുക്ക് നമ്മളെ കോപ്പർ ആർമറിലേക്ക് നമുക്ക് ചേഞ്ച് ആവണം. ഇവിടെ കുറച്ച് കോപ്പറുകൾ തോന്നുന്നു. നമുക്ക് കുറച്ചധികം എനിക്ക് കുറച്ച് കോപ്പറുകൾ കിട്ടി. 20 എത്ര കോപ്പറുകൾ വേണം ഗൈസ്? പൊട്ടിക്ക് എന്താ ഇത് പുതിയ അപ്ഡേറ്റ് വന്നോ? പിഗിൻ്റെ പുതിയ അത് പിഗല്ല ഗൈസ്. ഓ ഷീപ്പ് വൂള് വേണം ഗൈസ്. വൂള്
ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇതും കുറച്ച് നമുക്ക് നല്ല ബയോൺസിലുള്ള ഏരിയയിലൊക്കെ ആൻഡ് ഞാൻ പോകുന്ന ഏരിയയിൽ എന്നെ ശല്യം ചെയ്യാനായിട്ടാറുണ്ടാവരുത്. ഫുഡൊക്കെ കുറവുണ്ടാകാൻ പാടില്ല. ഈ മരം പൊട്ടിക്കണം. വീഡിയോ ഇപ്പം നല്ല ലേറ്റ് ഞാൻ ഇപ്പോൾ ബേസിക് ടൂൾസുകളായി കണ്ടില്ല. കുറക്കിരുന്ന് ഞാൻ തീർന്നെ കുറക്കിരുന്ന്. അവിടെ വാ. ഓക്കെ കിട്ടാളോടത്തോളം എല്ലാം കാണാൻ പറ്റി. ഓക്കെ നമുക്ക് നാളെ കുറച്ച് പൂക്കളും കൂടെ എടുക്കാം. അങ്ങനെ എനിക്ക് കിട്ടുന്ന വൂളുകൾ കളർഫുൾ വൂളുകളാണ്. പറയാൻ പറ്റില്ല. അതിലേക്കാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ പൂവിൻ്റെ ഒക്കെ കളറ് നോക്കി രാത്രി സ്വന്തം ഒരു കാര്യം ചെയ്യാം. ഈ കുഴിക്കകത്ത് ഞാനോട്ട് കയറി ബയോണിലേക്ക് പോയിരുന്നത്. നല്ല കേസ് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ വരുന്നത്. ഒന്ന് നോക്കാം, അവിടേക്ക് തന്നെ പോകണ്ട. ഓക്കെ ഇനി ഞാൻ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ അടിച്ചിരുന്നു. ഗായ്സ് നമുക്ക് 51 കോപ്പർ കിട്ടി. ഓക്കെ ഇനി നമുക്കൊരു ഫർണിച്ചർ ഉണ്ടാക്കി അതും കൂടെ ഒന്ന് സ്മെൽട്ടാക്കി നമ്മൾ പിന്നെ പറയണ്ട കേസ്. ഓക്കെ നമുക്കാണെങ്കിൽ കോപ്പർ ബ്ലോക്കുകളാക്കാം. പക്ഷേ ഇതിനൊക്കെ ഞാൻ കോപ്പർ ബ്ലോക്കുകളായി എനിക്ക് തിരിച്ചുണ്ടാക്കി എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല കേസ്. വെറുതെ എന്തിനാ ഇതൊന്നും മാറുന്നുണ്ട്. അതും കൊടുക്കട്ടെ, ഇതും കൊടുക്കട്ടെ. ഇതൊന്ന് സാധനം ഇത് വെള്ളം ഉണ്ടാക്കാൻ ഇതൊന്ന് സാധനം അഞ്ച് ഉണ്ടാക്കേണ്ട കേസ്. ഇതൊന്ന് നടാൻ പറ്റും നമുക്ക്. എന്താ കേസ്? അതെന്തോണ് കേസ്? കേസ് പിന്നെ എന്തെങ്കിലും ഇപ്പോൾ രാത്രിയാണല്ലോ. ടോർച്ച് ഉണ്ടാക്കണമായിരുന്നു കേസ്. ടോർച്ച് ഷിറ്റ് ഞാൻ കാണിച്ചു. നമുക്ക് ഇന്ന് കുറച്ച് ഡീപ്പിലേക്ക് നമുക്ക് മൈൻഡ് ചെയ്ത് അങ്ങ് പോവാം. എന്തായാലും രാവിലെ തന്നെ കുറച്ച് ടൈമുണ്ട്. ഞാൻ ഈ ഒരു പിക്കാക്സ് പൊട്ടുന്നവരാൻ കടന്ന് ഗ്രൈൻഡ് ചെയ്താൽ എന്നിട്ട് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. കേസ് കുഴിച്ച് വെച്ച് നമുക്ക് ഒരു കേവിലേക്കാണ് കേസ് വന്നെത്തിയത്. എനിക്ക് നല്ല പേടിയുണ്ട്. പുറത്താണെങ്കിൽ രാത്രിയാണ്, സൂര്യനുണ്ട്, അങ്ങനെ മാഞ്ഞു പോവാണ് കേസ്. രാവിലെ തന്നെ കുറച്ച് കോപ്പറുകൾ മൈൻഡ് ചെയ്തു. അപ്പോൾ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പെട്ടെന്ന് സോംബീൻ്റെ കൊച്ചുകൾ കൂടി കേൾക്കാൻ തുടങ്ങി. ഇതിലിപ്പോൾ എത്ര കോപ്പറുണ്ട്? 64 സ്റ്റാക്ക് കോപ്പറും 21 കോപ്പറുണ്ട് കേസ്. അപ്പോഴാണ് കേസ് ഞാൻ അറിഞ്ഞ ഡേഞ്ചറിലേക്കാണ് ഞാൻ അപ്പോൾ പോകുന്നത്. എന്താ കേസ് ഇപ്പോൾ ചെയ്യുക? കേസ് ഞാൻ അവിടെ അധികം നേരം നിൽക്കുന്നില്ല. കയറി വന്നാൽ കേസ് പോകാൻ കേസ്. എനിക്ക് രാവിലെ വന്നാൽ കാത്തു നിൽക്കാം. ഇവിടെ വല്ല സോംബി ഉണ്ടോ? നമുക്കൊരു കാര്യം ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇറങ്ങി ഓടിയാലോ? അത് വേണ്ട കേസ്, അത് ശരിയല്ല. എനിക്കിപ്പോൾ കുറച്ച് സ്റ്റോൺസും കിട്ടി. സോ ഞാനൊരു കാര്യം ചേട്ടെ. ഓക്കെ ആ ബ്ലോക്ക് അവിടെ തന്നെ നടക്കണം, അല്ലെങ്കിൽ വെളിച്ചം കിട്ടത്തില്ല കേസ്. തുലിഞ്ഞൊക്കെ കോപ്പണോ അമ്മ കേസ് ക്രീപ്പർ. എനിക്ക് ക്രീപ്പറിന് ജസ്റ്റ് ഷാപ്പ് അടുക്കി വെച്ചാനെ. അവിടെ ഞാൻ നിൽക്കണ്ട കേസ്, അവിടെ ഞാൻ നിൽക്കണ്ട. അവിടെ
കുതിര വന്നിട്ട് ഇതുപോലെ കുട്ടി സോമ്പി വരുമോ ഗൈസ്? കുട്ടി സോമ്പിയിൽ വരാണെങ്കിൽ സീൻ ഗൈസ്. അവരൊന്നും റീച്ച് കൂടി ആകത്തില്ല. അവരെന്നെ തീർച്ചയായിട്ടും അവരാകട്ടെ ഗൈസ്. ഓടണ്ട ഗൈസ്. ഇനി ഇപ്പം ഞാൻ എൻ്റെ ഇൻവെൻ്ററി ക്ലീൻ ആയിരിക്കും. ഡേർട്ട് അവിടെ കിടക്കട്ടെ, ഇതിവിടെ കിടക്കട്ടെ. വെരി സോ ഇതിൻ്റെ ഇൻവെൻ്ററി ഇപ്പോൾ ഏകദേശം ഫുള്ളാണ്. എന്ത് ചെയ്യേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് കാര്യമായിട്ടും ചെയ്യല. എൻ്റെ എല്ലാ തരം ലൂട്ടുകളും ഞാൻ ഇവിടേക്ക് മാറ്റിവെക്കും. എൻ്റെ ഒരു ആക്സുണ്ട്, ഷവലുണ്ട്. എൻ്റെ ഒരു വാളുണ്ട് കേട്ടോ. സ്റ്റോൺസും കയ്യിലിരിക്കട്ടെ. വേറെ കോപ്പർ സ്മെൽറ്റ് ചെയ്യണം ഗൈസ്. ഗൈസ് നമുക്കിവിടെ ആകാശങ്ങൾ പോകുന്നതും കണ്ടുകൊണ്ടിരിക്കും. നമ്മളിവിടെ ആകാശം പോകുന്നതും കണ്ടിരിക്കുകയാണ്. അയ്യോ ഒന്നും പഠിക്കില്ലതാണ്. നമ്മളിപ്പോൾ നിലത്ത് തന്നെ കടന്നുകൊണ്ട് അത് കിട്ടുന്നില്ല. നമ്മൾ നിലത്ത് ഇങ്ങനെ കടക്കുക. ആകാശം മുഴുവനുണ്ട്. അതെ ഗൈസ്, ABCDEFGHIJKLMNOPQRSTUV ഇനി ഒരു ധീര മരണ പോരാട്ടം. എനിക്ക് ആ കേവിലേക്ക് ഒന്ന് പോയി വരാനുണ്ട്. ഓക്കെ, ഈ ബ്ലോക്ക് പൊട്ടിക്കുക, കയറി വാളൂർത്തോണ്ടാണ്ട് ഓടുക. എങ്ങോട്ടേക്കൊന്നുമില്ല. ഓ ഇതാണ് നമ്മൾ അല്ല അവിടെ കോപ്പറുണ്ടോ? എന്നാൽ സിംഗിൾ കോപ്പേഴ്സ് ട്രാപ്പുണ്ട്. ഞാൻ ഫുഡ് കിട്ടുമോ തപ്പിയെടുക്കണം. ഫുഡ് ഇവിടെ റെഡ് പൂക്കൾ കുറച്ചധികം കാണുന്നുണ്ട്, മഞ്ഞപ്പൂക്കളും കുറച്ചധികം കാണുന്നുണ്ട്. വൂളിൻ്റെ കളറ് മാറ്റാൻ വേണ്ടി അങ്ങനെ ഞാൻ കളറ് മാറ്റുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഗുണമാവും. ഭയങ്കര ഗുണം. ഓക്കെ, ഇനിയാണ് ഞാൻ ചോദിക്കേണ്ട ചോദ്യം. നിങ്ങൾ തന്നെ പറ. ഇതിനൊക്കെ ഞാൻ പൊട്ടി തീർക്കാൻ പോകും. ഇതൊന്നും മാങ്ങട്ടുമോ? ഇല്ല, ഇന്ന് മാങ്ങയും കിട്ടില്ല, തേങ്ങയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഓ അവിടെ ഷുഗർക്കെയിൻ ഉണ്ട്. ഷുഗർക്കെയിൻ വെച്ച് നമുക്ക് ബുക്ക് ഉണ്ടാക്കും. ബുക്ക് മാത്രമല്ല ഗേസ്, അധികം ചുവന്ന പോലെ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗേസ് ഞാൻ അപ്പം നോക്കുന്നത് എനിക്ക് സുഖസുന്ദരമായി മറ്റാരുടെയും ശല്യമില്ലാതെ പാടുള്ളൂ അവിടെ ഒരു ഓപ്പണിങ് ഏരിയ
ഇനിയിപ്പോൾ ഓപ്പണിംഗ് ഏരിയ കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഒരു ക്ലോസ്ഡ് ഏരിയ കിട്ടിയാലും മതി ഗൈസ്. അങ്ങനത്തെ ഒരു ഏരിയ തപ്പിയും കൊണ്ടാണ് നമ്മളിവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ കരുതുന്ന പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുളവും താണ്ടി നേരെ നാലിലേക്ക് പോയില്ല. ഓ ഗൈസ്, നമ്മളെ അടുത്ത ഫുഡ് നമ്മളെ ഫുഡുണ്ട്. യു ആർ ഗോണ മൈ ആരും തട്ടി. ഓ ഗൈസ്, വെള്ളപ്പെട്ടിൻ്റെ കമ്പനി ഇങ്ങനെയാണ് എല്ലാ പൂക്കളും ഞാൻ എടുക്കുന്നത്. ഒരു പൂക്കളോട് വെച്ചേക്കണ്ട. നീയും ഈ സ്വന്തം കുറച്ച് ഷോർക്കേ കാണുന്നുണ്ട്. ഓ കേസ്, നമുക്ക് ബെഡ് ഉണ്ടാക്കാം. യു ആർ ഗോണ ഡൈ. ഇല്ല, എൻ്റെ ഇൻവെൻട്രി ഫുള്ളാകും. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഡേർട്ടിനെ ഇങ്ങോട്ട് കളഞ്ഞു. ഇപ്പം എൻ്റെ ഇൻവെൻട്രി. ഓ മൈ ഗോഡ്, പ്ലീസ് ഡേ. ഓക്കെ, അവൻ മീറ്റ് ഉണ്ടോ? അവൻ നല്ല കേസ്, അവനും നല്ല കുട്ടി. നമുക്കിനി ഇപ്പോൾ പൂക്കളുടെ ഒന്നും ആവശ്യമില്ല കേസ്. പൂക്കാലം ഓക്കെ. അവിടെ ഒരു സാൻഡിൻ്റെ ലൊക്കേഷൻ കാണുന്നുണ്ട്. ഞാൻ നേരെ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു കേസ്. എനിക്ക് ഈ ലോകം വേണ്ട എന്നവൻ പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടും. അടിപ്പോ ഇതും കുറച്ച് കിടക്കട്ടെ ബായിലോടിലും. ഓ മൈ ഗോഡ്, എനിക്ക് വല്ല വൃത്തികെട്ട പൂക്കളെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കളയണം. നോക്കിയതാറുന്നല്ലേ ഉള്ളൂ. ഇത് പോടെ, അത് വേണ്ട. എനിക്ക് എല്ലാ ചുവന്ന പൂക്കൾ കളക്ട്. ഇതും പോട്ടെ. ഇവിടെ കുറച്ച് അധികം ചുവന്ന പൂക്കൾ. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ കാണുന്നത് ഇത്രയധികം ചുവന്ന പൂക്കൾ. നമ്മളിപ്പോൾ നമ്മളുടെ ഏരിയയിലേക്ക് എത്താനായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിരിക്കും എൻ്റെ വീട് വരാൻ പോകുന്നത്. നീയും ഓ മൈ ഗോഡ്, വില്ല് ഷുഗർക്കേൻ നീയും ബാ. ഒക്കെ എനിക്ക് മാത്രമുള്ളതാണ്. ഓ ഗേസ്, അവിടെ ഞാനെന്താണ് അവിടേക്ക് ഞാൻ പോകുന്നു ഗേസ്. ഇവിടെ കുറച്ച് മോയിൽക്കുട്ടന്മാരുണ്ട്. ഓക്കെ നേരം ചാടി. ഓ ഗേസ്, ഡങ്കർ പറ്റ കൊറണടേ. തിന്നാൻ പോലും ഒന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ അത് എന്ത് ചെയ്യും? ഓക്കെ, ഇവിടെ കുറച്ച് ലാവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ എൻ്റെ വീടാകാൻ പോകുന്നു. ബ്രോ ജസ്റ്റ് ഓക്കെ ഗൈസ്, അതിന് നമ്മൾ കൊന്നു. പിന്നൊരു കാര്യം ചെയ്യും, ഡെസേർട്ടിൽ നമ്മുടെ വീട് ഉറപ്പിക്കണം ഗൈസ്. വേണ്ടല്ലോ ഗൈസ്, വേണ്ട എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ ഏരിയ നിങ്ങൾ നോക്കിയാൽ ഫുള്ളി ആ മൂടി കെട്ടിയൊരു സ്ഥലം. ഐ ലൈക്ക് ദിസ് വൈബ്, ഒരു മരുഭൂമി. ഓക്കെ, എന്നാൽ ഞാനൊരു ബെഡ് ഉണ്ടാക്കട്ടെ. ഓക്കെ, ദർ ഈസ് സം ചിക്കൻസ്. ആരാണ് ചിക്കൻ? ഓ ഗൈസ്, എൻ്റെ അങ്കർ പച്ചക്കുറൻ ഫ്രഞ്ചി. ഓക്കെടാ, cow, my favorite food. GB. Guys, നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ആരാ വരാം. ഓ ഗൈസ്, ഇത് ഞാൻ ചുറ്റിത്തിരിഞ്ഞ് ഇപ്പം എൻ്റെ പുഴയിൽ ഇങ്ങനെ. ഓ, ഒരു ബാമ്പുണ്ട് ഗൈസ് ഇവിടെ. ബാമ്പ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഓ, എൻ്റെ ഹങ്കറിനുള്ള പരിഹാരം ഞാനിവിടെ കാണുന്നു. ഇതിന് മാത്രം ഉണ്ടായിരുന്നു. നീ പോടാ. എൻ്റെ ബണ്ട ബാമ്പൂഷ് ഇതൊക്കെ ഇതാണ് കുറച്ച് നാളുകളിലേക്ക് വെച്ചത്. ഇത് ഞാൻ കുറച്ചുകൊണ്ട് എൻ്റെ വീട് വെച്ച് നോക്കി ഞാൻ തട്ടി വളർത്തത്.
ഈരും കിടക്കട്ടെ. ഞാൻ കുറച്ച് കഴിക്കട്ടെ ഗൈസ്. മൊത്തം വേറൊന്നും പറയണ്ട. നമുക്കിവിടെ അത്യാവശ്യം തണ്ണിമത്തനുകളൊക്കെ നമ്മുടെ അടുത്ത് തീർത്തു ഗൈസ്. തീർത്തു അങ്ങനെയാണെങ്കിൽ പറയാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ അടുത്തൊരു വീഡിയോ ഇടും. വീണ്ടും കാണുന്നതായിരിക്കും. നന്ദി. ചേട്ടാ അപ്പടാ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. നന്ദി.